നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഞാൻ പറയാം, ഞാൻ BP അപ്പാരറ്റസ്. ഞാൻ ഈ ഇൻട്രോ എന്ന് പറഞ്ഞോട്ടെ. നിന്റെ BP നോക്കാതെ തന്നെ ഞാൻ പറയാം. നിന്നെ കൊണ്ടതൊന്നും തെറ്റാതെ പറയാനുള്ള കഴിവില്ല. വെറുതെ എന്തിനാ സമയം കളയുന്നത്? ആദ്യത്തെ ചോദ്യം, എങ്ങനെയുണ്ട് മാലാഖമാരുമായിട്ടുള്ള ജീവിതം? ഇന്ന് നേഴ്സസ് ഡേ വല്ലോ ആണോ? അല്ല, എന്തേ? അല്ല, സാധാരണ നേഴ്സുമാരെ മാലാഖമാരെന്ന് എല്ലാവരും വിളിക്കുന്നത് അന്നാണ്. പറയൂ മാലാഖമാരെ പറ്റി. നിങ്ങളുടെ മാലാഖമാര് എനിക്ക് ചെകുത്താന്മാരാ. അതെന്താ അങ്ങനെ? അവറ്റകൾക്ക് ഒരു ശ്രദ്ധയില്ലെന്നേ. എന്നെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവെക്കും, എന്നിട്ട് ആവശ്യമുള്ളപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. മറവി മനുഷ്യന്റെ കൂടപ്പിറപ്പാണല്ലോ, പോട്ടെ, സാരമില്ല. അപ്പൊ എന്നെ താഴെയിട്ട് പരിക്ക് പറ്റിക്കുന്നു. എനിക്ക് പറയാൻ പാടില്ലാത്ത പലയിടത്തും പരിക്കുണ്ട്. മനുഷ്യനല്ലേ, സ്ലിപ്പായി താഴ്പോന്നായിരിക്കും. നീ ഇങ്ങ് BP നോക്കാൻ പാടാ. നിനക്കുള്ള പ്രഷർ ഞാൻ അവിടെ തരാം. താങ്കൾ എപ്പോഴും നേഴ്സുമാർ ഒരാളുടെ BP നോക്കുമ്പോൾ തെറ്റായ റീഡിങ്ങും അതേയാളെ ഡോക്ടേഴ്സ് നോക്കുമ്പോൾ കറക്റ്റ് റീഡിങ് കാണിക്കാറുണ്ടല്ലോ, എന്താ പാർഷ്വാലിറ്റി ആണോ? ഒന്ന് പോടാ മനുഷ്യ കുഞ്ഞെ. അത് അവളുമാർക്ക് BP ചെക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാ. ഓരോ തോളുമാര് വന്ന് BP കഫ് കിട്ടുന്നുണ്ടാലുണ്ടല്ലോ, ചിരിച്ച് എന്റെ റീഡിങ് വരെ തെറ്റിപ്പോവും. അല്ല, ചിരിച്ചാലും റീഡിങ് കറക്റ്റ് ആയിരിക്കും. അല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർവ്യൂ നേഴ്സുമാരെല്ലാം കണ്ട അവർക്ക് ദേഷ്യം വരൂലേ? ദേഷ്യം വരും. സത്യം പറഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരും. പിന്നെ എല്ലാരും ഇങ്ങനെയല്ല കേട്ടോ. എന്നെ ഒരു മോനെ പോലെ കൊണ്ടു നടക്കുന്നവരും ഉണ്ട്. മോനെ പോലെ കൊണ്ടു നടക്കാൻ പറ്റിയ ആള് യവൻ. നീ വരുവടാ എന്റെ മുന്നിൽ പ്രഷർ നോക്കാൻ. എന്റെ ഡോക്ടേഴ്സ് നിന്നെ എന്റെ മുന്നിൽ കൊണ്ടുവരും. താങ്കളുടെ കൂട്ടത്തിൽ ഇതുപോലെ വേദന അനുഭവിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോന്നോ? അതേ ഉള്ളൂ. സ്റ്റെതസ്കോപ്പിന്റെ കാര്യം ഞാനിവിടെ പറയാൻ തുടങ്ങി കഴിഞ്ഞാലേ തീരത്തില്ല. അതുകൊണ്ട് ഞാൻ വേറൊരാളുടെ കാര്യം പറയാം. ആരാണത്? അത്രയ്ക്ക് അങ്ങ് കൂരിയസ് ആവണ്ട. എല്ലാവർക്കും സുപരിചിതനാണ്. പേന. യു മീൻ എഴുതുന്ന പെൻ? യെസ്, ഐ മീൻ പേനയുടെ കാര്യമാണ് ഭയങ്കര കഷ്ടം. ഇന്നൊരുത്തന്റെ കയ്യിലാണ്, നാളെ വേറൊരുത്തന്റെ കയ്യിൽ. പോരാത്തതിന് ഇവറ്റോട് ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവെക്കും. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേരാപ്പാര നടക്കും. പക്ഷെ പുള്ളിക്കാരൻ എന്നെ പോലല്ല. നല്ല ഹൈപ്പർ ടെൻഷൻ പണികൾ ഇവറ്റകൾക്ക് ഇട്ട് കൊടുക്കും. എന്ത് ഹൈപ്പർ ടെൻഷൻ? ഇവരെന്തെങ്കിലും അത്യാവശ്യത്തിന് എഴുതുമ്പോ തെളിയത്തില്ല. ബെസ്റ്റ്. അടുത്ത ചോദ്യം. വെയിറ്റ്, ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കാം. എന്ത്? അല്ല, നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ. വേണേലൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ, എന്തെങ്കിലും കാര്യമുണ്ടോന്ന് അറിയാലോ. ഓ വേണ്ട, ഗൂഗിളിനകത്ത് ഞാനിപ്പോ നോക്കിയാ എനിക്കിതിൽ മാരക അസുഖമാണെന്ന് അവന്മാര് പറയും. അത് കണ്ട് ഞാൻ പേടിക്കും. അപ്പൊ എന്റെ പ്രഷർ കൂടും. അതെനിക്ക് നോക്കാനല്ലേ. വേണ്ട, ഒത്തില്ല. അടുത്ത ചോദ്യം ചോദിക്കും. ഇപ്പോ ഇലക്ട്രോണിക് BP അപ്പാരറ്റസുകളുടെ കാലമല്ലേ? അവനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. അടുത്ത ചോദ്യം ചോദിക്കും. ചോദ്യമെല്ലാം തീർന്നോ? എന്നാ ഞാൻ പോയി ആ 307 അപ്പച്ചന്റെ പ്രഷർ നോക്കാൻ സഹായിക്കട്ടെ. അല്ല പോലെ, പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ചില നേഴ്സുമാരോട് പറയാനുണ്ട്. ഇനിയെങ്കിലും എന്നെ താഴെയിട്ട് എന്റെ പ്രഷർ കൂട്ടാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ? എന്നാ പിന്നെ കുറച്ച് ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോട് പറയാം. നിങ്ങളൊക്കെ നേഴ്സുമാർക്ക് കൊടുക്കുന്ന പേനയില് അവറ്റകളുടെ പേരും എഴുതി ഒരു കീച്ചേനും കെട്ടി യൂണിഫോമിൽ കൊരുത്ത് വെക്ക്. അപ്പൊ അവിടെ ഇവിടെയും കൊണ്ട് കളയത്തില്ലല്ലോ. അതുപോലെ എല്ലാ നേഴ്സുമാർക്കും നേഴ്സസ് ഡേക്ക് കുപ്പിക്ക് വരം ഓരോ ഇലക്ട്രോണിക് BP അപ്പാരറ്റ്സ് അതോടെ കൊടുക്കാൻ പറ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.